ഓക്കെ, നമുക്ക് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതാണ് പിക്സൽ ലാബിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് ആവശ്യമുള്ള ഇമേജ് സൈസാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അതിന് 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമേജ് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമിൻ്റെ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷനുണ്ട്. യൂട്യൂബ് തമ്പനെയിൽ, ബാനർ, അങ്ങനെ. അപ്പോൾ നമുക്ക് തമ്പനെയിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ തമ്പനെയിലിൻ്റെ മോഡൽ വന്നു. ആ ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ആ ഡിലീറ്റ് ബക്കറ്റ് ചിഹ്നം കൊടുക്കുമ്പോൾ, ഓക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ആവും. ഇപ്പം താഴെ കാണുന്നത് ഡിഫോൾട്ടായിട്ടുള്ള ഡിസൈനുകളാണ്. നമുക്കിതിലുള്ള ഏതെങ്കിലും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ കിട്ടും. നമുക്കിപ്പം നമ്മുടേതായ രീതിയിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിന് കളർ കൊടുക്കാനൊരു ഓപ്ഷൻ വരും. കളർ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്, കളറും ഗ്രേഡിയൻറ്റ്. കളർ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്കിപ്പോൾ ഒറ്റ കളറായിട്ട് ഉണ്ടാവും. ഇപ്പം യെല്ലോ ആണ്, വൈറ്റ്, റെഡ്, ബ്ലാക്ക്, റോസ്. ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടോ മൾട്ടിപ്പിൾ കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലൂ വൈറ്റ് പോലൊരു കോമ്പിനേഷൻ, അപ്പോൾ ഒരു ഗ്രാഫിക്സ് പോലൊരു കോമ്പിനേഷൻ കണ്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു, അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ അർജൻറ്റീന, ബ്രസീലിൻ്റെ ഒരു ലോഗോ, ഒരു തമ്പനയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അർജൻറ്റീനയുടെ ഒരു ഡിസൈൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പ് എടുക്കുകയാണ്. അതിൽ ഈ ഒരു സ്ക്വയർ ഞാൻ സെലക്ട് ചെയ്തു. സ്ക്വയറിനോട് ചേർന്ന ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഷേപ്പുകൾ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള. ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാനൊരു സൈസൊക്കെ കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ സ്ക്വയറിന് നമുക്ക് കളർ കൊടുക്കാം. നമുക്ക് അർജൻറ്റീനയുടെ ഒരു കളറുണ്ടല്ലോ, അപ്പോൾ അത് കൊടുക്കാം. നമുക്കൊരു ബ്ലൂ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ബ്ലൂ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ആ ബ്ലൂ അതിൻ്റെ കൂടെ ഒരു വൈറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അർജൻറ്റീനയുടെ ഒരു കളർ വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബക്കറ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് പ്യുവർ വൈറ്റാണ് ഞാനിപ്പം സെലക്ട് ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ബ്ലൂവും വൈറ്റും കൂടി മിക്സ്ഡായിട്ട് കിട്ടി. ഓക്കെ, നമുക്കിനി അതൊന്ന് ഷേപ്പാക്കാം. ഷേപ്പൊന്ന് ലെവൽ ചെയ്ത് ആ താഴെയുള്ള വലിയൊരു കഴ്സർ അത് നമുക്ക് വിരലുകൊണ്ട് തന്നെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലുതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും വിഡ്ത്ത് കൂട്ടാനും ഹൈറ്റ് കൂട്ടാനും ഒക്കെ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യം സെൻറ്റർ വരുന്ന പോലെ ഒന്ന് സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടൺ, ഇത് ലെയറിൻ്റെയാണ്, ലെയർ ഓപ്ഷനാണ്. അത് കൊടുത്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഇനി പഴയതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി ഒരു ഷേപ്പ് എടുക്കുകയാണ്. അതിൽ നമുക്ക് ബ്രസീലിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യണം. ഞാനിപ്പം യെല്ലോ സെലക്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോയുടെ കൂടെ ഇപ്പോൾ ഒരു ബ്ലാക്ക് പോലൊരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. അത് നമുക്ക് മാറ്റണം. ഒന്നും കൂടി ഞാൻ ആ കളറിൻ്റെ പ്ലസ് ബൈക്കൺ കൊടുത്തിട്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു പച്ച, മഞ്ഞയും പച്ചയും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. ഇതും കൂടെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതും ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളത് ചെയ്യുമ്പോൾ ഈ ലെയർ കൂടെ നമ്മുടെ വിരലൊക്കെ തട്ടുമ്പോൾ വെറുതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. ഇനി നമുക്ക് ഗാലറിയിൽ കയറിയിട്ട് ഇമേജ് സെലക്ട് ചെയ്യണം. ഞാനിപ്പം ഓൾറെഡി ഗൂഗിളിൽ കയറി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജുകളുണ്ട് ഈ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ ഗാലറിയിൽ കയറുമ്പോൾ നമുക്ക് കാണാം. ഞാനിപ്പോൾ അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയൊക്കെ ലോഗോയും ഫോട്ടോയും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇത് അർജൻറ്റീനയുടെ ലോഗോ ആണ്, PNG ഫയലായിട്ട് തന്നെ കിട്ടും. ഞാനത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറി കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലെ ഗാലറിയിലേക്ക് കയറും. ഇതാണ്.
ഇനി ബ്രസീലിൻ്റെ ലോഗോ ആണ്, അതും കൂടി ഞാനൊന്ന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ തന്നെ കളക്ട് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ഇമേജ് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു പിക്ചറാണെങ്കിൽ അതും ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ട് വരും. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അങ്ങനെയും ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പിക്സാർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ കൂടെ ആവശ്യമുണ്ട്. അതിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർസുകളെ ഞാൻ അവിടെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം മെസ്സിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിക്സാർട്ടിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ പിന്നീട് വിശദമായിട്ട് ചെയ്തു തരാം. ഇതിപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു കാണാം. പിക്സാർട്ടിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടാത്ത PNG ഫയലുകളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിക്സാർട്ടിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഇമേജ് കട്ട് ചെയ്തൊക്കെ ഇതുപോലെ എടുക്കാൻ പറ്റും. അത് PNG ഫോൾഡറായിട്ട് തന്നെ എടുക്കാൻ പറ്റും, ഫയലായിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. റഫായിട്ടൊന്ന് കട്ട് ചെയ്താൽ എടുത്താൽ മതി. നമുക്ക് അത്ര ഡീറ്റെയിൽഡായിട്ട് വേണമെന്നില്ല. ഇവിടെ തന്നെ നമുക്ക് ആ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മളെ കട്ടിങ് എറേസറിൻ്റെയൊക്കെ. ഓക്കെ, ഞാനത് സേവ് ആക്കി. നമ്മൾ വീണ്ടും പിക്സൽ ലാബിലേക്ക് വന്നു. നമ്മുടെ ആ പ്ലസ് ഐക്കൺ കൊടുത്തു, ഫ്രം ഗാലറി കൊടുത്തു. അപ്പോൾ തന്നെ ഞാൻ പിക്ചേഴ്സിനതിൽ പിക്സാർട്ട് എന്ന ഫോൾഡറിൽ ഞാനിപ്പോൾ സേവ് ചെയ്ത മെസ്സിയുടെ ആ ഒരു PNG ഫോൾഡറായിട്ട് തന്നെ ഉണ്ട്, ഫയലായിട്ട് തന്നെ ഉണ്ട്. അത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇമ്പോർട്ടായിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. നമ്മുടെ യുക്തിപരമായിട്ട് എന്താണോ എങ്ങനെ വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലോഗോ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഒരു ലോഗോ നമ്മളൊന്ന് വലുതാക്കി വെക്കുമ്പോഴും അതിനത്ര ഒരു പെർഫെക്ഷൻ വരുന്നില്ല. ലോഗോ ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ഒന്ന് ചെറുതാക്കി. ഓക്കെ, അപ്പോൾ സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ വിസിബിലിറ്റി കിട്ടും, ഒരു ഭംഗി ഉണ്ടാവും. അതേ ഒരു സൈസിൽ തന്നെ ഏകദേശം ബ്രസീലിൻ്റെ ലോഗോയും നമ്മളൊന്ന് ചെറുതാക്കി സൈഡിലേക്ക് വെക്കുകയാണ്. കാരണം നമുക്ക് അവിടെ അടുത്ത നെയ്മറിനെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നെയ്മറിനെ ഞാൻ ഓൾറെഡി പിക്സാർട്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്, ഞാൻ നിങ്ങളെ കാണിച്ചില്ല. പിക്സാർട്ടിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ വിശദമായിട്ടിടാം. അപ്പോൾ നെയ്മറിനെ ഞാൻ ഇതുപോലെ ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. മെസ്സിൻ്റെ ആ ഒരു സൈസ് പോലെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഒന്ന് സൈസ് വലുതാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കോർണറിലുള്ള ആ ബട്ടൺ നമുക്കൊന്ന് വലിച്ചു പിടിച്ചാൽ നമുക്ക് സൈസൊക്കെ വലുതാക്കി എടുക്കാം. ഷേപ്പൊക്കെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം വിസിബിലിറ്റി കിട്ടുന്നുണ്ട് അല്ലേ. രണ്ട് പ്ലെയേഴ്സിനെയും അവരുടെ ലോഗോയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നന്നായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷാഡോ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ മെസ്സിയുടെ ബാഗിലൊരു ഷാഡോ നന്നായിട്ട് നിങ്ങൾക്ക് കാണാം. ഷാഡോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കളേഴ്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഷാഡോയ്ക്ക് യെല്ലോ, ബ്ലൂ, ബ്ലാക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. എന്നിട്ട് ഷാഡോയുടെ ആ റേഡിയസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് തിക്കാക്കാം, അതുപോലെ സോഫ്റ്റനാക്കാം. ഷാഡോ രണ്ട് സൈഡിലേക്ക് നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്, രണ്ട് സൈഡിലേക്കും കൊണ്ടുവരാം. കണ്ടോ, അതുപോലെ ജസ്റ്റ് ഞാൻ ഈ ചെറുതായിട്ടൊന്ന് ഷാഡോ കൊടുക്കുന്നേ ഉള്ളൂ. റേഡിയസ് ഞാനൊന്ന് കൂട്ടി നോക്കുമ്പോൾ കണ്ടോ നല്ല തിക്കായിട്ടാണ് ഷാഡോ വരുന്നത്. റേഡിയസ് ഒന്ന് കുറച്ച് കൊടുക്കുമ്പോൾ ഒരു സോഫ്റ്റനായിട്ട് ഷാഡോ വരും. ഞാനിപ്പോൾ ഒരു 9 ഇട്ടേക്കുന്നത്. അതുപോലെ ഇപ്പോൾ നെയ്മറിനെ ഒരു 9 ആക്കി കൊടുക്കുമ്പോൾ ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആ ഒരു 9 വരുമ്പോൾ
കറക്റ്റായിട്ട് രണ്ടുപേരുടെയും ഷാഡോ ഒരുവിധം മാച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇമേജിനൊരു ഫിനിഷിങ് വന്ന പോലെയുണ്ട്. ഇനി നോക്കിപ്പോൾ നമുക്ക് ആ രണ്ട് ഷാഡോയും കൂടെ വന്നപ്പോൾ ഒരു ഇമേജ് ഫിനിഷിങ് വന്നിട്ടുണ്ട് അല്ലേ. നമുക്കിനി ഒരു ഷേപ്പ് ആഡ് ചെയ്താലോ. ഷേപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാൻ പറ്റും. താഴെ തന്നെ ഷേപ്പിൻ്റെ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഷേപ്പും ഇതുപോലെ ഷാഡോ അതുപോലെ സ്ട്രോക്ക് കൊടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നതെന്ന്. അപ്പോൾ ഞാനൊരു ഡിസൈന് വേണ്ടിയിട്ട് അതിൽ നിന്നൊരു ഷേപ്പ് സെലക്ട് ചെയ്തു, ഇവിടെ സെൻട്രലായിട്ട് കൊടുത്തു. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നോക്കുമ്പോൾ കാണാൻ ടെക്സ്റ്റ് ഉണ്ട്, കറണ്ട് ഡേറ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതോടെ ഒന്ന് ലിയോ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ലിയോ അവിടെ വന്നിട്ടുണ്ട്. നമുക്കത് വൈറ്റ് ആൻഡ് കാണാൻ കഴിയാത്തതാണ്. നമുക്കതിനൊന്ന് കളർ കൊടുക്കുക, ഫോണ്ടൊക്കെ ചെയ്ത് മാറ്റാം. നമുക്ക് ആദ്യം ഫോണ്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. നമുക്കിപ്പം ഫോണ്ട് കൊടുക്കുമ്പോൾ ഇൻബിൽട്ടായിട്ട് ഒരുപാട് ഫോണ്ടുകൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുണ്ട്. ഒരുപാട് ഫോണ്ടുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫോണ്ടുകളുണ്ടാവും. ഇതിൽ കൺഫ്യൂഷനാണ് നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യുമ്പം. ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടുകളുണ്ട് ഇതിൽ. ഇറ്റാലിക് ബോൾഡും ഒക്കെ ആയിട്ട് ഉള്ള ഫോണ്ടുകളും ഇതുണ്ട്. ഇതുപോലൊക്കെയുള്ള കുറേ ഫോണ്ടുകളുണ്ട്. ഈ ഒരു ഫോണ്ട് കണ്ടോ, ധാരാളം ഫോണ്ടുകൾ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് ഫോണ്ട് ആഡ് ചെയ്യാനും പറ്റും. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പം ഞാൻ മുകളിൽ ലിയോ എന്ന് പറഞ്ഞൊരു ബട്ടൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണ്ട് കൊടുക്കുന്നതനുസരിച്ച് അവിടെ ചേഞ്ച് ആവുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഫോണ്ട് ഉണ്ടോ, അപ്പോൾ ചേഞ്ച് ആയത് കണ്ടോ. അപ്പോൾ ആ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പം കളർ കൂടി ഒന്ന് മാറ്റണം നമുക്ക്. ഓക്കെ, ഈ ഫോണ്ട് എടുക്കാം. നമുക്ക് കുറച്ചുകൂടെ ബോൾഡാണ്. ഇനി നമുക്ക് ആ ലിയോ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ബക്കറ്റ് ടൂൾ ഉണ്ടാവും. ആ ബക്കറ്റ് ടൂളിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നേരത്തെ നമ്മളെടുത്ത പോലെ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കണക്കൊരു കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്ന് വലുതാക്കി താഴത്തേക്കൊന്ന് പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്കതിനൊരു സ്ട്രോക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫിനിഷിങ് വരും. ആ സൈഡിൽ തന്നെ സ്ട്രോക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ആക്കി കഴിയുമ്പോൾ ഓൾറെഡി ബ്ലാക്ക് സ്ട്രോക്ക് വരും. നമുക്ക് വേണമെങ്കിൽ സ്ട്രോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ബ്ലൂവോ യെല്ലോയോ ബ്ലാക്ക് ആയിരിക്കും എപ്പോഴും സ്റ്റാൻഡേർഡ്. ബ്ലാക്കും വൈറ്റുമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തു. സ്ട്രോക്ക് വിഡ്ത്ത് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഒരുവിധം ചെറുതായിട്ടൊന്ന് വിഡ്ത്ത് കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് നെയ്മർ ജൂനിയർ എന്നുള്ള NJR എന്നൊന്ന് ഷോർട്ട് കട്ട് ചെയ്തിട്ട് അതിനും നമുക്കൊന്ന് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. പിന്നെ നമുക്കൊന്ന് ബോൾഡാക്കി കൊടുത്തതിന് ശേഷം കളറ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് സൈഡിലേക്ക് റൈറ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ബക്കറ്റ് ടൂള് ഉണ്ടാവും കളറിൻ്റെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു കളറ് നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്യാം. യെല്ലോ ഞാൻ സെലക്ട് ചെയ്തു. ഇത് ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യാം. സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നു, എനേബിൾ ആക്കുന്നു. ഓൾറെഡി എനേബിൾ ആക്കുമ്പോൾ തന്നെ സ്ട്രോക്ക് വരും. നമുക്ക് വേണമെങ്കിൽ വിഡ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ സ്ട്രോക്ക് വിഡ്ത്ത് 2 കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്.
ഇനി നമുക്കൊരു ചെറിയ ഡിസൈൻ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് തോന്നുന്നുണ്ട്. ലിയോ വേഴ്സസ് ജൂനിയർ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വേഴ്സസും കൂടെ ഒന്ന് ഫോണ്ട് സെലക്ട് ചെയ്ത് ഒരു കളർ കൊടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് വെക്കാം. അതിനുശേഷം നമുക്കൊരു ഡിസൈൻ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇത്രയും സൈസ് വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വിരൽ സ്ക്രീനിൽ തന്നെ വെച്ചുകൊണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് പാഡിങ്ങിൽ വെച്ച് ആ ഒരു ഓപ്ഷൻ എടുത്താലും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയൊരു കളറും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. മറ്റ് കളറുകൾ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഏതെങ്കിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് വരുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കി അതനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ആ കളറിൻ്റെ സൈഡിൽ പ്ലസ് ബൈ ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ കൊടുക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ ഒരു കളർ ചൂസിങ് ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ബ്ലാക്കിനൊരു ഷാഡോ കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഞാൻ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഷാഡോ ഓപ്ഷൻ എടുക്കുന്നു, എനേബിൾ ആക്കുന്നു. ഓൾറെഡി ഷാഡോ വന്നു. അതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് കുറച്ച് ബ്ലറാക്കുന്നത് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഡിസൈൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്നൊരു ഡിസൈൻ ഒന്ന് ആഡാക്കാം. അതിന് ഞാനൊരു ഷേപ്പ് സെലക്ട് ചെയ്യുകയാണ്. താഴെ തന്നെ നമുക്ക് ഷേപ്പ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഷേപ്പ് ബട്ടൺ കിട്ടും. ആ ഷേപ്പിൽ ആരോയിൽ നോക്കുമ്പോൾ ഒരുപാട് ഷേപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് യുക്തിപരമായിട്ട് ആഡ് ചെയ്യുക. ഞാൻ ഈ സ്ക്വയർ തന്നെ എടുത്ത് ഒന്ന് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ, ഒന്നുകൂടി ആ ഷേപ്പ് ഒന്നുകൂടി ഒന്ന് സെലക്ട് ചെയ്യാക്കുന്നു. ഇപ്പുറം മെസ്സിൻ്റെ ആ സൈഡിലും കൂടി ഒന്ന് നമുക്ക് പ്ലേസ് ചെയ്യാം. ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി ഏകദേശം രണ്ട് സൈഡും ഒരേ അളവ് വരുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കുക. ഏകദേശം ഓക്കെ, ഏകദേശം കറക്റ്റാണ്. ഇപ്പോൾ ഒരു ഡിസൈൻ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലെറ്റർ കൊണ്ടുവെക്കാം. അപ്പം ബാക്കിലായിപ്പോയല്ലേ. ഇനി നമുക്കത് ഫ്രണ്ടിലേക്ക് ആക്കണമെങ്കിൽ താഴെ തന്നെ എ എന്ന് പറഞ്ഞ ലെറ്റർ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടു ഫ്രണ്ട് ടു ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ടു ഫ്രണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ലെയർ ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതും അതുപോലെ ബാക്കിലാണ്, ആ ലെയറും ബാക്കിലാണ്. അതും ടു ഫ്രണ്ട് കൊടുക്കുക, അപ്പോൾ അതും ഫ്രണ്ടിലേക്ക് വരും. കാരണം അത് നമ്മൾ മുന്നേ ചെയ്തിട്ട ലെയറാണ്, ലേറ്റസ്റ്റായിട്ട് ചെയ്ത ലെയറാണ് ഏറ്റവും ഫ്രണ്ടിൽ വരിക. അപ്പോൾ നമ്മളതൊന്ന് സെലക്ട് ചെയ്ത് ഫ്രണ്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഏകദേശം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഡിസൈൻ നമ്മൾ തമ്പനയിൽ കാണിച്ച ഡിസൈൻ നമുക്ക് സേവ് ചെയ്യണം. അതേ 3 ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ഇമേജ് കൊടുക്കുക. നമുക്കത് കസ്റ്റമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ അൾട്ര എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അൾട്ര കൊടുത്തതിന് ശേഷം സേവ് ടു ഗാലറി എടുത്താൽ നമ്മുടെ